നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ഐഫോൺ 15 പ്ലസിൻ്റെ ആണ്. ആക്ച്വലി ഈ ഒരു വീഡിയോ ഒരുപാട് ലേറ്റായി പോയെന്ന് എനിക്കറിയാം. അതായത് ഇപ്പം 16 ഇറങ്ങാൻ പോവാണ്. 2-3 മാസം കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ 16 ഇറങ്ങാൻ പോവാണ്. അപ്പം ഈ ഒരു ഡിവൈസ് എനിക്ക് കിട്ടിയിട്ട് കുറച്ച് നാളായി. എനിക്ക് ഇപ്പോഴാണ് ആക്ച്വലി വീഡിയോ ചെയ്യാൻ പറ്റിയത്. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസ്. ഡിസൈൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ചെറിയ ചേഞ്ചസ് മാത്രമാണ് വന്നിട്ടുള്ളത്. അതായത് ബോഡിയുടെ ആ ഒരു എഡ്ജസ് കർവ്ഡ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ ഹാൻഡ് ഫീൽ ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡിവൈസിൻ്റെ കളർ വരുന്നത് മാറ്റ് ബ്ലാക്ക് കളറാണ്. മുമ്പ് പ്രോ മോഡലിൽ മാത്രമാണ് ഇതേപോലൊരു ബ്ലാക്ക് കളർ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് ബേസ് മോഡലിലും കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നന്നായി. കാരണം ബാക്ക് ഗ്ലാസ് ആണെങ്കിൽ പോലും അധികം സ്മഡ്ജസ് ഒന്നും ആവത്തില്ല ഈ ഒരു മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ. മാത്രമല്ല ഈ ഒരു മാറ്റ് കളറിലുള്ള ഡിവൈസ് കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് വരുന്ന വേറൊരു ഡിഫറൻസ് ഡൈനാമിക് ഐലൻഡ്, അതായത് ബേസ് മോഡലുകളിൽ ഡൈനാമിക് ഐലൻഡ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം 15 പ്ലസ് ആണ്. 15ലും ഡൈനാമിക് ഐലൻഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആക്ഷൻ ബട്ടൺ ഇല്ല. പകരം ഇവിടെ അലേർട്ട് സ്ലൈഡർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പ്രോ മോഡലിൽ മാത്രമാണ് ആക്ഷൻ ബട്ടൺ ഉള്ളത്. പിന്നെ ടൈപ്പ് സി കൊടുത്തിട്ടുണ്ട്. അത് 2.0 ആണ് ബേസ് മോഡലിൽ വരുന്നത്. പ്രോ മോഡലിലേക്ക് പോയാൽ മാത്രമേ 3.0 ടൈപ്പ് സി പോർട്ട് നമുക്ക് ലഭിക്കത്തുള്ളൂ. പിന്നെ ഈ ഒരു ഡിവൈസിൻ്റെ ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലൂമിനിയം ഫ്രെയിമാണ് വരുന്നത്. അതായത് പ്രോ മോഡലിൽ ടൈറ്റാനിയം ഫ്രെയിം വരുന്നുണ്ട്. ഇതിപ്പം ബേസ് മോഡലായതുകൊണ്ട് തന്നെ അലൂമിനിയം ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ എനിക്കെന്തോ ഈ ഒരു അലൂമിനിയം ഫ്രെയിം കാണുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീൽ, അതായത് പ്രോ മോഡലിലുള്ള ടൈറ്റാനിയം ഫ്രെയിമിനേക്കാൾ എന്തോ കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്നത് ഈ ഒരു അലൂമിനിയം ഫ്രെയിം കാണുന്ന സമയത്താണ്. അത് എനിക്ക് മാത്രമായിരിക്കാം, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ആ ഒരു സെയിം ക്വാളിറ്റി തന്നെയാണുള്ളത്. ആ ഒരു 60 ഹെർട്സ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഡിവൈസിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് 15 പ്ലസ് ആയതുകൊണ്ട് തന്നെ 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ബെസലുകളൊക്കെ നോക്കുകയാണെന്നുള്ള അത്യാവശ്യം വലുപ്പമുള്ള ബെസലുകൾ തന്നെയാണ് 15 പ്ലസിലും കാണാൻ കഴിയുന്നത്. പ്രോ മോഡലിലേക്കൊക്കെ പോകുന്ന സമയത്ത് ബെസലുകൾ കുറച്ചും കൂടെ തിന്നായിട്ടുണ്ട്. പിന്നെ ബ്രൈറ്റ്നസ് കുറച്ചും കൂടെ കൂട്ടിയിട്ടുണ്ട്. അതായത് 2000 നിറ്റ്സ് ഔട്ട്ഡോർ ബ്രൈറ്റ്നസും അതുപോലെ തന്നെ 1600 നിറ്റ്സ് HDR ബ്രൈറ്റ്നസുമാണ് ഈ ഒരു ഡിസ്പ്ലേയിൽ കൊടുത്തത്. അല്ലാതെ ഡിസ്പ്ലേയുടെ ഭാഗത്ത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഡൈനാമിക് ഐലൻഡ് മാത്രമാണ് പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയാനുള്ളത്. അത് മുമ്പ് പ്രോ മോഡലിൽ ഉണ്ടായിരുന്നതാണ്. അതിപ്പോൾ ബേസ് മോഡലിലും കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ചെയ്തിട്ടേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈനാമിക് ഐലൻഡ് കാണാൻ കഴിയും. ജസ്റ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഡ്ജറ്റ് ആയിട്ട് അതുപോലെ തന്നെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനൊക്കെ സാധിക്കുന്നതായിരിക്കും. പിന്നെ 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ. അതുപോലെ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒന്നും ഈ ഒരു ഡിവൈസിൽ വരുന്നില്ല. ആ ഒരു ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ആകെപ്പാടെ പറയാനുള്ളൊരു നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു 70,000-80,000 രൂപ കൊടുത്ത് വാങ്ങുന്നൊരു ഫോണിൽ 60 ഹെർട്സ് തന്നെയാണ് റീഫ്രഷ് ചെയ്തെന്ന് പറയുമ്പോൾ അതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇവർ എത്ര നാൾ ഈ ഒരു 60 ഹെർട്സും വെച്ച് മുന്നോട്ട് പോകുന്നത് എനിക്ക് അറിയില്ല. നമുക്കിപ്പം 120 ഹെർട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവരെ പ്രോ മോഡിലേക്ക് മാറേണ്ടി വരും. പക്ഷേ ഇപ്പം പല ഡിവൈസുകളിലും, അതായത് 15,000 രൂപയ്ക്ക് താഴെയുള്ള പല ഡിവൈസുകളിലും 120 ഹെർട്സ് റീഫ്രഷ് റേറ്റ് സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പം ഈ ഒരു 80,000 രൂപ കൊടുത്ത് വാങ്ങുന്ന ഫോണിൽ 120 ഹെർട്സ് റീഫ്രഷ് റേറ്റ് ഇല്ല എന്ന് പറയുന്നത് അത് വളരെ ഒരു നെഗറ്റീവ് തന്നെയാണ്. അത് നമുക്കൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമേ അല്ല. മാത്രമല്ല ഇപ്പം ഐഫോൺ 12, 13, 14 ഒക്കെ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ 15 അല്ലെങ്കിൽ 15 പ്ലസിലോട്ടോ ഒക്കെ വരുന്നവർക്ക് ഒരു പക്ഷേ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. കാരണം ഏകദേശം 60 ഹെർട്സ് റിഫ്രഷ് റേറ്റ് തന്നെയാണ് മുമ്പുള്ള ഡിവൈസുകളിൽ ഉണ്ടായിരുന്നത്. അതായത് നല്ല ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ്. ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയിലൊന്നും ഒരു കുറവും പറയാനില്ല. പക്ഷേ ആ ഒരു 60 ഹെർട്സിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പം 120 ഹെർട്സ് റിഫ്രഷ് റേറ്റുള്ളൊരു ഡിവൈസ് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു 15 പ്ലസ്, അപ്പോൾ ഈ 80,000 രൂപ കൊടുത്ത് ഈ ഒരു 15 പ്ലസ് മേടിച്ചാൽ പോലും ആൾക്കത് യൂസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അതിപ്പം നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു ഐഫോൺ യൂസർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 15 പ്ലസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരത്തില്ല. പക്ഷേ നിങ്ങൾ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റുള്ള വേറെ ഏതെങ്കിലും ഒരു ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്രയും കാശ് കൊടുത്ത് ഈ ഫോൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് മാത്രം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. പെർഫോമൻസിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. വളരെ കിടിലൻ പെർഫോമൻസ് ആണ് ഈ ഒരു ഡിവൈസ് തരുന്നത്. അതായത് മുമ്പ് ഇറങ്ങിയ 14 Proയിൽ ഉണ്ടായിരുന്ന A16 ചിപ്പ് തന്നെയാണ് ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുള്ളത്. അതായത് 15ലും 15 പ്ലസിലും A16 ചിപ്പ് തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിനാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ആക്ടിവിറ്റീസിനാണെന്നുണ്ടെങ്കിലും എല്ലാം ഒന്നും പറയാനില്ല. അതായത് നമുക്ക് പെർഫോമൻസിൻ്റെ ഭാഗത്തൊരു മോശമായിട്ടൊന്നും പറയാനില്ല. അതൊരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഗെയിമിങ്ങിലേക്ക് വരുന്ന സമയത്ത് 60 ഹെർട്സിൽ മാത്രമേ ഗെയിം കളിക്കാൻ പറ്റത്തുള്ളൂ എന്ന് മാത്രം നിങ്ങൾ ഓർക്കണം. 60 ഹെർട്സിൽ വളരെ നീറ്റായിട്ട് നിങ്ങൾക്ക് ഗെയിം കളിക്കാനൊക്കെ സാധിക്കും. ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത്
ബട്ടർ സ്മൂത്ത് എന്ന് പറയും, അതേപോലെ ഗെയിമും കാര്യങ്ങളെല്ലാം കളിക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് 60 ഹെർട്സിന് മുകളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോ മോഡലിലേക്ക് പോകേണ്ടി വരും. പക്ഷേ അവിടെ എൻ്റെ ഒരു സജഷനാണ്, എന്തുകൊണ്ടും 15 Pro അല്ലെങ്കിൽ 15 Pro Max ഒക്കെ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ കഴിഞ്ഞ വർഷം ഇറങ്ങിയ 14 Pro Max എടുക്കുന്നതായിരിക്കും. കാരണം അത്യാവശ്യം നല്ല ചിപ്സെറ്റാണ് ഒരു ഡിവൈസിൽ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 120 Hz വരെ റിഫ്രഷ് റേറ്റ് ആ ഒരു ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്. അത് കഴിയുന്നുണ്ടെങ്കിൽ, അതായത് സെക്കൻഡ് ഡിവൈസുകളൊക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ, വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഡിവൈസാണ് 14 Pro Max. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 15 Pro Max പോലുള്ള ഡിവൈസുകൾ പർച്ചേസ് ചെയ്യാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയത് 14 Pro Max ആണ്. ഇതിൻ്റെ ഒരു സജഷൻ മാത്രമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഗെയിമിങ്ങിന് വേണ്ടിയാണ് നിങ്ങളൊരു ഫോൺ പർച്ചേസ് ചെയ്യാൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ സീരിയസ് ആയിട്ട് ഗെയിമിങ് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റിയ നല്ലൊരു ഡിവൈസാണ് 14 Pro Max. അതല്ല നിങ്ങൾക്ക് 60 Hz തന്നെ മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, കണ്ണടച്ച് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു ഡിവൈസ് തന്നെയാണിത്. പിന്നെ 14 Pro Maxലേക്ക് പോകുന്ന സമയത്ത് ആകെപ്പാടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ USB-C അവൈലബിൾ ആയിരിക്കത്തില്ല, ലൈറ്റിനിങ് കേബിൾ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അത് മാത്രമാണ് ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത്. 15 സീരീസിലേക്ക് വന്നു കഴിഞ്ഞാൽ USB-C നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നീട് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 48 MP പ്ലസ് 12 MP ഒരു ബാക്ക് ക്യാമറ ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറ വരുന്ന 12 MP ക്യാമറയാണ്. എനിക്ക് ഈ ഒരു ഡിവൈസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറ തന്നെയാണ്. കാരണം ഞാൻ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന 13 ആണ്. ഞാൻ 13 വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. കാരണം 14 13 തമ്മിൽ എനിക്ക് കാര്യമായിട്ടുള്ളൊരു ഡിഫറൻസ് ഉള്ളതായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 13 വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പം 13 എനിക്ക് ഫോട്ടോസൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഫോട്ടോസൊന്നും അതിൽ എടുക്കാറില്ല. കൂടുതലും വീഡിയോസ് തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആണെങ്കിൽ പോലും 13 ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 15 വന്ന സമയത്ത് ഫോട്ടോസൊക്കെ വളരെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. കാരണം ഈ ഒരു ഡിവൈസ് എൻ്റെ കൈ കിട്ടിയ സമയത്ത് തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ക്യാപ്ചർ ചെയ്ത് നോക്കി. ഒരു രക്ഷയില്ല, അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്ത് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പൊതുവേ എനിക്ക് ഐഫോണിൽ എടുക്കുന്ന ഫോട്ടോസിനോട് അത്ര വലിയ താല്പര്യം ഇല്ലാത്തതാണ്. പക്ഷെ എന്നാലും ഈ ഒരു ഫോൺ യൂസ് ചെയ്ത് ക്യാപ്ചർ ചെയ്യുന്ന ഫോട്ടോസൊക്കെ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഈ ഒരു ഡിവൈസിൻ്റെ ബാക്ക് ക്യാമറയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നുള്ളത്. ഇനി അടുത്ത ബിഗ് ബില്യൺ സെയിൽ അതുപോലെ തന്നെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലൊക്കെ വരുന്ന സമയത്ത് ചുട്ടപ്പം പോലെ വിറ്റുപോകാൻ സാധ്യതയുള്ളൊരു ഡിവൈസാണ് 15. നമ്മളിപ്പം ഈ ഒരു ഡിവൈസിൽ 48 MP ബാക്ക് ക്യാമറ വരുന്നതെന്നുണ്ടെങ്കിലും ക്യാപ്ചർ ചെയ്യുന്ന ഫോട്ടോസ് എല്ലാം 24 MP കൂടാതെ ഈ ഒരു ഡിവൈസിൽ പോർട്രേറ്റ് മോഡിൽ നല്ല കിടിലം ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2x നമ്മളിപ്പോൾ പോർട്രേറ്റിൽ ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 50mm ലെൻസിലെടുത്ത ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. 50mm ലെൻസിലെടുത്ത ആ ഒരു ക്യാമറ എടുത്ത അതേ ക്വാളിറ്റി എന്നല്ല ഞാൻ പറയുന്നത്, ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ 2x എടുക്കുന്ന ആ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്ത് തരാതെ അതൊരു 50mm ലെൻസിലെടുക്കുന്ന ഒരു ഫീലോട് കൂടിയാണ് ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ക്വാളിറ്റിയിൽ ഒരു ലോസോ കാര്യങ്ങളോ തന്നെ വരുന്നുമില്ല. പിന്നെ JPG Maxൽ ഇട്ട് കഴിഞ്ഞാൽ 48 MP ഫോട്ടോസൊക്കെ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഞാൻ അവിടെ കണ്ടൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോർട്രേറ്റിൽ ഇപ്പോൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോസസ്സായി വരാൻ ഒരുപാട് ടൈം എടുക്കുന്നു. ഒരുപാട് ടൈമല്ല, ഒരു 20 to 30 സെക്കൻഡിനുള്ളിൽ ടൈം എടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതായത് നമ്മളിപ്പോൾ പെട്ടെന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് ഗാലറി ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ, ഒരു ഡള്ളായി നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആദ്യമൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ അത്രയ്ക്കുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കത്തുള്ളൂ. പക്ഷെ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ ഒന്ന് പ്രോസസ് ചെയ്ത് വരും. ആക്ച്വലി അത് അവരുടെ ഡെവലപ്പർമാരുടെ ഭാഗത്തു നിന്നുണ്ടായൊരു മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് പ്രോസസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞൊരു ലോഡറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു പ്രോസസ്സ് ആവുന്നുണ്ടെന്ന്. പക്ഷേ ഇത് അങ്ങനെ ഒന്നും കാണിക്കുന്നില്ല. അതായത് നമ്മൾ കുറച്ച് നേരം ആ ഒരു ഇമേജ് ഓപ്പൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ബ്രൈറ്റായി ക്വാളിറ്റി കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പം ആദ്യമായിട്ട് ഈ ഒരു ഡിവൈസൊക്കെ എടുത്ത് ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എടുക്കുന്ന സമയത്ത് തന്നെ വലിയ ക്വാളിറ്റി ഇല്ലാത്ത പോലെ തന്നെ അവർക്ക് ഫീൽ ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇങ്ങനൊരു ഇഷ്യൂ ഞാൻ കണ്ടു. പക്ഷേ ഇത് ഞാൻ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷം ഫിക്സ് ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതുവരെ അത് ഫിക്സ് ആയിട്ടില്ല. ഇപ്പോഴും നിലവിൽ ആ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നീട് ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചാണ്, ഹ്യൂമൻ ഒബ്ജക്റ്റ് ആണെങ്കിൽ മാത്രം നാച്ചുറൽ കളേഴ്സാണ് വരുന്നത്. അതല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പോ അതല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെയൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കളേഴ്സൊക്കെ കിട്ടുന്നു. ക്യാപ്ചർ ചെയ്ത് വരുന്ന ഫോട്ടോയിൽ കുറച്ചും കൂടെ കളേഴ്സൊക്കെ വരുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു നാച്ചുറൽ കളേഴ്സ് തന്നെയാണ് ലഭിക്കുന്നത്. അത് പക്ഷേ എനിക്ക് എന്തോ പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ആ ഒരു ഫോട്ടോയിൽ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബെറ്റർ ആക്കി എടുക്കാൻ സാധിക്കും. അതും ക്വാളിറ്റി ലോസോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ. പക്ഷേ എല്ലാവർക്കും ഇപ്പം ഫോട്ടോ ക്യാപ്ചർ ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റി എന്ന് വരത്തില്ല. കാരണം എല്ലാവരും അതിന് വേണ്ടി മെനക്കെടണമെന്നില്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊരു ചെറിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ ഇതേപോലെ ഏതെങ്കിലും ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രീസെറ്റ് ബാക്കിയുള്ള ഫോട്ടോസിലും അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും ഫോട്ടോ ക്യാപ്ചർ ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്യാൻ പോകേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നുണ്ട്.
പക്ഷേ ക്യാപ്ചർ ചെയ്യുന്ന ഫോട്ടോസിനെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. വളരെ നല്ലൊരു സെൻസർ തന്നെയാണ് ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുള്ളത്. വീഡിയോ റെക്കോർഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടിലമെന്ന് തന്നെ പറയാൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം 13-ലെ വീഡിയോ റെക്കോർഡിങ്ങിൽ തന്നെ ഞാൻ അത്യാവശ്യം ഹാപ്പിയാണ്. അപ്പോൾ പിന്നെ 15-ലേക്ക് വരുന്ന സമയത്ത് അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്നറിയാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന iPhone 15+ൻ്റെ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് 4K 30 fps റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓഡിയോയുടെയും വീഡിയോയുടെ ക്വാളിറ്റി ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഒരു ക്വാളിറ്റി, അത്യാവശ്യം കുഴപ്പമില്ലാതുള്ള ക്വാളിറ്റിയാണ് ഫ്രണ്ട് ക്യാമറയ്ക്ക് ഉള്ളത്. ഇത് 4K 30 fps ഷൂട്ട് ചെയ്യുന്നത്. ബാക്ക് ക്യാമറ യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്ത ഫുട്ടേജുകളാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫുട്ടേജ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു വീഡിയോ ക്വാളിറ്റി മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിനകത്ത് നമുക്ക് 1x 2x അതുപോലെ തന്നെ 0.5 വൈഡ് ആംഗിളിൽ നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇപ്പോഴും നമ്മുടെ ആ ഒരു ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് ബാക്ക് ക്യാമറയിലോട്ടോ അല്ലെങ്കിൽ ബാക്ക് ക്യാമറയിൽ നിന്ന് ഫ്രണ്ട് ക്യാമറയിലോട്ടോ സ്വിച്ച് ചെയ്യാനുള്ള ഫീച്ചറോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഫ്രണ്ട് ക്യാമറയുടെ കാര്യം പറയുന്ന സമയത്ത് ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് ക്യാപ്ചർ ചെയ്യുന്ന ഫോട്ടോസ്, അതായത് നമ്മൾ സെൽഫിയൊക്കെ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസും കാര്യങ്ങളെല്ലാം ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് എന്താ പറയുക, കിടിലെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഓക്കെ എന്ന് പറയാം. ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ഇത് കൂടാണ്ട് സെൻസർ ഷിഫ്റ്റും ആക്ഷൻ മോഡും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹാൻഡ് ഹെൽഡ് ആയിട്ട് നമ്മളിപ്പോൾ നടന്നുകൊണ്ട് വീഡിയോസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം എടുക്കാൻ സാധിക്കും. ഈ ഒരു ഡിവൈസിൽ സിനിമാറ്റിക് മോഡിൽ 4K 30 fps വീഡിയോ റെക്കോർഡ് ചെയ്യാനും കഴിയും. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഡിവൈസിൽ ക്യാപ്ചർ ചെയ്ത കുറച്ച് ഫോട്ടോസോടെ കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 12 MP വൈഡ് ആംഗിൾ ക്യാമറ യൂസ് ചെയ്ത് ക്യാപ്ചർ ചെയ്യുന്നൊരു ഫോട്ടോയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 24 MP ബാക്ക് ക്യാമറ യൂസ് ചെയ്ത് ക്യാപ്ചർ ചെയ്തൊരു നോർമൽ ഫോട്ടോയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 2x ഫോട്ടോയാണ്. പിന്നെ സ്പീക്കേഴ്സിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസിൽ കൊടുത്തിരിക്കുന്ന സ്റ്റീരിയോ സ്പീക്കേഴ്സ് വളരെ നല്ലതാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. മുമ്പുണ്ടായിരുന്ന ഡിവൈസുകളിലേക്കാളും കുറച്ചും കൂടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കേട്ട് നോക്കാം. പിന്നെ കണക്ടിവിറ്റിയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ USB Type-C 2.0 ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ആക്ഷൻ ബട്ടൺ ഇല്ല, അലർട്ട് സ്ലൈഡർ മാത്രമാണ് ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുള്ളത്. ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഇമ്പ്രസീവ് എന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു ഡിവൈസ് വാങ്ങിയ സമയത്ത് 2 ദിവസത്തോളം എനിക്ക് ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി, അതായത് ഫുൾ, അതായത് ഒരു 30% താഴെ വന്നില്ല. അതായത് നോർമൽ യൂസിലാണ് കേട്ടോ. 30% താഴെ വരാതെ തന്നെ എനിക്ക് 2 ദിവസത്തോളം ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യാൻ സാധിച്ചു. ഇപ്പോഴാണെങ്കിൽ പോലും ഒരു 1.5 ദിവസത്തിന് മണ്ടയ്ക്ക്, അതായത് നോർമൽ യൂസിലാണെന്നുണ്ടെങ്കിൽ 1.5 ദിവസത്തിന് മണ്ടയ്ക്ക് ഒരു തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ സാധിക്കും. നിലവിൽ ഇതുവരെ ഇറങ്ങിയ ഐഫോണുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്ന ഒരു ഡിവൈസ് 15+ ആണ്. മുമ്പ് അത് 14+ ആയിരുന്നു, ഇപ്പോൾ അത് 15+ ആയിട്ടുണ്ട്. പിന്നെ ചാർജർ 20 വാട്ട്സിൻ്റെ ചാർജർ തന്നെയാണ് വരുന്നത്. ചാർജർ പെട്ടിലുണ്ടാവത്തില്ല, നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം. എനിക്ക് വാങ്ങേണ്ടി വന്നില്ല, കാരണം 13-ൻ്റെ സെയിം ചാർജർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 20 വാട്ടിൻ്റെ സെയിം ചാർജർ തന്നെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു Type-C കേബിൾ ബോക്സിലുണ്ടായിരുന്ന ഒരു ത്രെഡഡ് കേബിളാണ്. അത് 20 വാട്ടിൻ്റെ ചാർജർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിവൈസ് ചാർജ് ചെയ്യുന്നത്. ആദ്യമൊക്കെ, അതായത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് മുമ്പൊക്കെ ചാർജ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ഫോൺ ഹീറ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ചാർജ് ആവാൻ വേണ്ടി ഒരു 1 to 1.5 hour ടൈം എടുക്കാറുണ്ട്. ഞാൻ ഫുൾ ചാർജ് ചെയ്യാറില്ല, ഒരു 80-90% ഒക്കെ മാക്സിമം ചെയ്യാറുള്ളൂ. ഒരു 1 to 1.5 hour തന്നെ സമയം എടുക്കാറുള്ളൂ. ഈ ഒരു ഡിവൈസ് നോർമൽ യൂസിലാണെന്നുണ്ടെങ്കിൽ 12 to 15 hour വരെ ബാറ്ററി ബാക്കപ്പ് ലഭിക്കും. അതല്ല ഹെവി യൂസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 9 hour അല്ലെങ്കിൽ ഒരു 10 hour ആയിരിക്കും ഒരു ബാറ്ററി ബാക്കപ്പ് ലഭിക്കുക. എന്തായാലും എത്ര ഹെവി യൂസ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു 9 hour എന്തായാലും ബാറ്ററി ബാക്കപ്പ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് 15+നെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ഐഫോൺ വാങ്ങാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വാങ്ങാൻ പറ്റിയ നല്ലൊരു ഡിവൈസാണ് 15+. പക്ഷേ നിങ്ങളിപ്പം 13-ഓ 14-ഓ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അപ്ഗ്രേഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നല്ലൊരു അപ്ഗ്രേഡ് ആയിട്ട് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ ക്യാമറയുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയാണ്, നല്ലൊരു ക്യാമറ ഈ ഒരു ഡിവൈസിൽ വന്നിട്ടുണ്ട്. അതെനിക്ക് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നി. അതുപോലെ തന്നെ ബാറ്ററി ലൈഫും കൊള്ളാം. പക്ഷേ ഈ 2 കാരണം കൊണ്ട് ഈ ഒരു ഡിവൈസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഇപ്പോഴും 13 യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ഫോട്ടോ എടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ മാത്രമാണ് ഞാൻ ഈ ഒരു 15 യൂസ് ചെയ്യാറുള്ളത്. അല്ലാത്ത സമയങ്ങളിലൊക്കെ ഞാൻ 13 തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇതിലോട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു 2 വർഷത്തിൽ കൂടുതലായിട്ട് ഇപ്പോൾ 13 യൂസ് ചെയ്യുന്നുണ്ട്. ബാറ്ററി ഹെൽത്ത് എന്തോ 87 ആയിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ആ ഒരു ഡിവൈസിനുള്ളൂ. അതല്ലാണ്ട് അതിൽ നിന്ന് ഇതിലോട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങളൊരു പുതിയൊരു ഡിവൈസ്, അതായത് വാങ്ങാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റിയൊരു ഡിവൈസാണ് 15-ഓ അല്ലെങ്കിൽ 15+ഓ വാങ്ങാം. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് 15+ വേണമെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ 15 വാങ്ങാം. 15 എന്ന് തന്നെ വേണം പറയാം. ഇപ്പോൾ നിലവിലുള്ള ഐഫോണുകളിലോട്ട് എനിക്ക് ബെറ്ററായിട്ട് തോന്നുന്നത് 15 തന്നെയാണ്. ഒരിക്കലും
13-14 പുതിയ എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് 15 എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓരോരുത്തരുടെ ബഡ്ജറ്റും അനുസരിച്ചിരിക്കും. നിലവിൽ ഇപ്പം ഈ ഒരു 15+ പ്രൈസ് വരുന്നത് 75,000 രൂപയാണ്. ഇനി അതിനും താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇറങ്ങിയ സമയത്ത് ഏകദേശം 80,000 രൂപയോളം വില ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 75 ആയിട്ടുണ്ട്. ഇനിയും കുറയും. അപ്പോൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഡിസ്കൗണ്ടിലൊക്കെ 15+ വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് എനിക്ക് 15+നെ പറ്റി പറയാനുള്ളത്. ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ പോലെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്യാമറ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതായത് 15+ വാല്യൂ ഫോർ മണി ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കെന്തെങ്കിലും അടുത്തൊരു വീഡിയോയിൽ കാണാതായിരിക്കും. ബൈ.